ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ LDC കോട്ടയം കോഴിക്കോട് ജില്ലയിലെ എക്സാം ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ വളരെയധികം സിമ്പിളായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നതും ഞാൻ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒരുപാടങ്ങ് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇതുവരെ നടന്ന എക്സാമുകളിൽ ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയ ഒരു എക്സാമായിരുന്നു 28/9/2024 നടന്ന കോട്ടയം കോഴിക്കോട് LDC എക്സാം. അപ്പോൾ ഇതിനകത്ത് എതിരഭിപ്രായങ്ങളുണ്ടായിരിക്കും. എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ കുറച്ച് ഡേറ്റകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയ ജില്ലയിൽ ചോദ്യങ്ങൾ എളുപ്പമാണെന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇത് വിഷമമുണ്ടായിരിക്കും. കാരണം നിങ്ങൾ കുറച്ചും കൂടെ നല്ലപോലെ പഠിച്ചിട്ട് പോയിരുന്നെങ്കിൽ നല്ല മാർക്ക് കിട്ടിയാനെ എന്ന് ചിന്തിക്കുക. ഓക്കെ, പൊതുവെ എക്സാം സിമ്പിളായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ഇപ്പോഴ് നിലവിലുള്ള ലിസ്റ്റിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ജസ്റ്റ് നോക്കി വരാം. കോട്ടയത്ത് റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആൾക്കാർ 844 പേരാണ്. കോട്ടയത്ത് അഡ്വൈസ് ടോട്ടൽ അഡ്വൈസ് 508. ഓപ്പൺ കോമ്പറ്റീഷനിൽ 317ാമത്തെ ആളിന് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി നമ്മൾ കോഴിക്കോട്ടോട്ട് വരുമ്പോഴേ കോഴിക്കോട് കട്ട് ഓഫ് 54.67 ആയിരുന്നു. ടോട്ടൽ 987 പേര് മെയിൻ ലിസ്റ്റിലും ഉണ്ടായിരുന്നു. കോഴിക്കോട് അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസ് 576, ഓപ്പൺ കോമ്പറ്റീഷനിൽ 368. അപ്പോൾ ഏകദേശം രണ്ടും സെയിം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കട്ട് ഓഫിൻ്റെ കാര്യമായാലും ഏകദേശം രണ്ട് ജില്ലയിലും പോയിന്റ് സംതിങ്ങിൻ്റെ വ്യത്യാസം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഈ വട്ടവും കട്ട് ഓഫ് ഏകദേശം സെയിം ആയിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യത്തിൻ്റെ നിലവാരത്തിലോട്ട് പോയി കഴിയുമ്പോൾ 70 GK, 10 മലയാളം, 10 കണക്ക്, 10 ഇംഗ്ലീഷ്, ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. അപ്പം നമുക്ക് ഈ 70 ചോദ്യങ്ങളിൽ മിക്ക ക്വസ്റ്റ്യൻസും നമുക്ക് വളരെ സുപരിചിതമായ ചോദ്യങ്ങളായിരുന്നു. പ്രീവിയസ് ഉണ്ടായിരുന്നു. നമ്മൾ അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു വന്നിരുന്നത്. ഒരുപാട് ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയി ചോദിച്ച ക്വസ്റ്റ്യൻസ് വളരെയധികം കുറവായിരുന്നു. ഓക്കെ, ഇന്ന് എക്സാം എഴുതിയ പല ആൾക്കാരുടെയും മുഖത്ത് സന്തോഷമായിരിക്കും. പക്ഷേ അത് സന്തോഷിക്കാറായിട്ടില്ല. കാരണം എളുപ്പമാണെങ്കിൽ എല്ലാവർക്കും എളുപ്പമാണ്. ഇന്ന് എക്സാം എഴുതിയ നല്ലപോലെ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു 70-ന് മുകളിൽ മാർക്ക് മേടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ 75-ൽ കൂടുതൽ മാർക്ക് മേടിച്ച ആൾക്കാരും ഉണ്ടായിരിക്കും. കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ GK പോർഷനിലോട്ട് പോകുമ്പോൾ 70 മാർക്കിൽ ഏകദേശം നമുക്കൊരു 55 മാർക്കോളം അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് പൊതുവെ കാണുന്നത്. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, കണക്ക്, ഇതിനെല്ലാം കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ 30 മാർക്കിൽ ഒരു 20 മാർക്കിൽ കൂടുതൽ മേടിച്ച ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു 20 മാർക്ക് കൂട്ടിയാൽ തന്നെ ഒരു 15-നും 20-നും ഇടയിൽ മാർക്ക് കൂട്ടിയാൽ തന്നെ 55-ഉം 20-ഉം 75 മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ മേടിച്ച ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഏകദേശം ഈ പറയപ്പെടുന്ന പോലെ തന്നെ ഒരു 1000 പേരുടെ ഉള്ളിലുള്ള എണ്ണമായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സാഹചര്യത്തിൽ ഒരു 75-ൽ കൂടുതൽ മാർക്ക് മേടിച്ച ആൾക്കാരാണ് തൽക്കാലം നമുക്ക് സേഫാണെന്ന് പറയാം. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്. ഡിലീഷൻ്റെ അത് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഇപ്പോഴും നമ്മുടെ നോർമലി ചിന്തിക്കുന്ന ഒരാൾക്ക് ഏകദേശം ഒരു 3 ചോദ്യങ്ങളോളം ഡിലീറ്റ് ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത്. എങ്കിൽ തന്നെയും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാനുള്ള ചാൻസ് ഇല്ല. ഡിലീഷൻസ് ഒരുപാട് കൂടി കഴിഞ്ഞാൽ മാത്രമേ കട്ട് ഓഫിൽ അത് ബാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിൽ എഴുതാൻ പറ്റാത്ത, അതായത് കുറച്ചും കൂടെ വായിച്ചു പോയെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റൂ എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ അടിക്കുന്ന ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 75-80 മാർക്ക് മേടിച്ച ആൾക്കാർ മാക്സിമം കൂടി പോയാൽ തന്നെ 1-2 മാർക്ക് മാത്രമേ അവർക്ക് മൈനസായിട്ട് പോയെങ്കിൽ തന്നെ അവർക്ക് 75-76 ആ റേഞ്ചിൽ തന്നെ അവർക്ക് നിൽക്കും. ഇപ്പോഴൊരു സേഫ് സോൺ പറയാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 75 മാർക്ക് മേടിച്ച ഒരാൾക്ക് ഡിലീഷനും അതുപോലെ തന്നെ മൈനസും ഒക്കെ കുറയുമ്പോൾ ഏകദേശം ഒരു 72 ആ റേഞ്ചിലൊക്കെ വന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. സേഫ് സോൺ എന്ന് പറഞ്ഞാൽ ഒരു 70 മുതൽ ഒരു 75 വരെയുള്ള മാർക്ക് സേഫാണെന്ന് നമുക്ക് പറയാം. ഒരു 70+ മാർക്ക് മേടിച്ചവരൊക്കെ ഏകദേശം സേഫാണെന്ന് നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റും. ഫൈനൽ ആൻസർ വന്നതിന് ശേഷം എത്രത്തോളം കുറയുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ മാർക്കും ജില്ലയും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ പറയപ്പെടുന്ന കോഴിക്കോടായാലും കോട്ടയമായാലും രണ്ടിലും ഏകദേശം കട്ട് ഓഫ് സെയിം ആയിട്ട് വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.